ലോകത്തിൽ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ പ്രേതബാധിതരായ ആൾക്കാരെക്കുറിച്ചും അങ്ങനെയുള്ളവരെ പ്രേതബാധ ഒഴിപ്പിക്കൽ അല്ലെങ്കിൽ എക്സോർസിസത്തിന് വിധേയമാക്കി എന്നതിനെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുമുണ്ട്, പല സിനിമകളിലൂടെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ പ്രേതബാധ പിടിപെട്ട് തൻ്റെ അവസാനത്തെ 10 മാസങ്ങളിൽ 67 തവണ പ്രേതബാധ ഒഴിപ്പിക്കലിന് വിധേയമായി ഒടുവിൽ തൻ്റെ 23-ാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങിയ അനലീസ് മിച്ചൽ എന്ന അന്ന എലിസബത്ത് മിച്ചലിൻ്റെ എ റിയൽ ട്രൂ സ്റ്റോറിയാണ് നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ ഒരു റെക്കോർഡിംഗ് കേൾപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കേട്ട ഈ റെക്കോർഡിംഗ് അനലീസ് മിച്ചൽ മരിക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുന്നേ അവളെ എക്സോർസിസത്തിന്, അതായത് പ്രേതബാധ ഒഴിപ്പിക്കലിന് വിധേയമാക്കിയപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട നിരവധി റെക്കോർഡുകളിൽ ഒന്നാണിത്. ഈ സംഭവം നടക്കുന്നത് പശ്ചിമ ജർമ്മനിയിലാണ്. 1952 സെപ്റ്റംബർ 21 പശ്ചിമ ജർമ്മനിയിലെ ബവേറിയയിലെ ലീഫിങ്ങിൽ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ മാതാപിതാക്കളായ ജോസഫിൻ്റെയും അന്നയുടെയും മകളായിട്ടാണ് അന്ന എലിസബത്ത് മിച്ചൽ ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ അവൾക്കിട്ട പേര് അന്ന എലിസബത്ത് മിച്ചൽ എന്നായിരുന്നുവെങ്കിലും പിന്നീട് ക്രമേണ വിളിപ്പേര് അനലീസ് മിച്ചൽ എന്നായി. അവൾക്ക് 3 സഹോദരികൾ കൂടി ഉണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നുവെങ്കിലും അവളുടെ അമ്മ മതവിശ്വാസ കാര്യത്തിൽ കർക്കശക്കാരിയും അങ്ങേയറ്റം അമിത വിശ്വാസിയുമായിരുന്നു. ആയതിനാൽ തന്നെ തൻ്റെ 4 പെൺമക്കളിലേക്കും തൻ്റെ അമിതമായ വിശ്വാസം അടിച്ചേൽപ്പിച്ചിരുന്നു. അവർ ഫാമിലിയുമായി ആഴ്ചയിൽ 2 തവണ പള്ളിയിൽ പോകുന്നതും പതിവായിരുന്നു. അനലീസിൻ്റെ കുട്ടിക്കാലത്ത് ബാലാരിഷ്ഠിത രോഗങ്ങളായിട്ടുള്ള പനി, മുണ്ടിനീര്, അതുമായി ബന്ധപ്പെട്ട പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല, അവൾക്ക് ഒരു 8 വയസ്സൊക്കെ ഉണ്ടാകുന്ന പ്രായത്തിൽ വീടിന് പുറത്ത് കാൽവഴുതി വീണ് തലയിടിച്ച് വീഴുന്നിട്ടുമുണ്ടായിരുന്നു. അതൊന്നും അപ്പോൾ വലിയ കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രമേണ അവളുടെ ബാലാരിഷ്ഠിത രോഗങ്ങളൊക്കെ മാറി വളരെ ആരോഗ്യവതിയായിട്ടുള്ള, എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ള, വളരെ ഉത്സാഹവതിയായി അവൾ വളർന്നു. അവൾ ബാല്യത്തിൽ നിന്നും ഒരു കൗമാരക്കാരിയായി വളർന്നു. 1968 അവൾക്ക് 16 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് സ്കൂളിന് പുറത്ത് തൻ്റെ കൂട്ടുകാരുമായി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനലീസ് ബോധരഹിതയായി വീണു. ഫിക്സ് വന്നതുപോലെ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് ചുരുങ്ങുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 2.5 മിനിറ്റുകൾക്ക് ശേഷം അവൾക്ക് ബോധം തിരികെ ലഭിക്കുകയും അവൾ നോർമലാവുകയും ചെയ്തു. ആ ഒരു ദിവസം അവൾ വളരെ ക്ഷീണിതയായിരുന്നു. സ്വന്തം തടിമില്ല് നോക്കി നടത്തുന്ന അവളുടെ മാതാപിതാക്കൾ രാത്രി വൈകി വീട്ടിലെത്തിയപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളോട് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ലെന്നും ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ എന്നും അവൾ പറഞ്ഞു. അനലീസിൻ്റെ അമ്മ അവളോട് അത്താഴമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് നന്നായി ഉറങ്ങാൻ ഉപദേശിച്ചു. ഉറങ്ങി എഴുന്നേറ്റാൽ ക്ഷീണമൊക്കെ മാറും. അങ്ങനെ അന്നവൾ ഉറക്കത്തിനായി അവളുടെ ബെഡിലേക്ക് പോയി. ആ തണുത്തുരുണ്ട രാത്രിയിൽ അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ആ ഗാഢമായ ഉറക്കത്തിൽ നിന്നും അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അവളുടെ നെഞ്ചിൽ ആരോ കയറിയിരിക്കുന്നത് പോലുള്ള ഭാരം അനുഭവപ്പെട്ടു. ശ്വാസം കിട്ടാത്ത അവസ്ഥ അവൾ അനുഭവിച്ചു. അവൾ ആ രാത്രി ഭയന്ന് വിറച്ചു. ശരീരമാസകലം വിയർത്തൊഴുകി. ആ ഒരു ദിവസം അവൾക്ക് മറക്കാനാകാത്ത രാത്രിയായിരുന്നു. ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവൾക്കുണ്ടായിരുന്ന എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറി. ഊർജ്ജസ്വലതയുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു അനലീസ്. വീണ്ടും അനലീസ് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി. ഏകദേശം 1 വർഷത്തിനു ശേഷം 1969 ഓഗസ്റ്റിൽ അതേ സാഹചര്യം വീണ്ടും അവളിലുണ്ടായി. അനലീസ് ബോധരഹിതയായി വീഴുകയും അവളുടെ ശരീരം വിറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
ഇത്തവണ അവളെ രക്ഷിതാക്കൾ ഡോക്ടറുടെ അരികിലെത്തിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ലൂഥി അവളെ വിശദമായി ചെക്കപ്പ് ചെയ്തു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നിരവധി പരിശോധനകൾ നടത്തി. എല്ലാം വളരെ നോർമലായിട്ടായിരുന്നു ഡോക്ടറിന് അന്ന് കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും 2 തവണ അവളിലുണ്ടായ രോഗലക്ഷണങ്ങൾ വച്ച് ഗ്രാൻഡ് അപസ്മാരത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള സെറിബ്രൽ അപസ്മാരമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തി. എന്നിരുന്നാലും തുടർച്ചയായി ഫിക്സ് വരാത്ത സാഹചര്യത്തിൽ ഡോക്ടർ ഇത്തവണ ആൻറ്റി കൺവൺസൻ്റ് മരുന്ന് നൽകിയില്ല. പക്ഷേ ആരോഗ്യവതിയായിരുന്ന അനലീസ് സ്കൂളിൽ ആക്റ്റീവായിരുന്നുവെങ്കിലും അവളിൽ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ അവളെ വേട്ടയാടി തുടങ്ങി. അവളുടെ ലെൻസിലെ അറകളിൽ വീക്കവും ന്യൂമോണിയയും ബാധിച്ചു. 1970 ജനുവരിയിൽ അവളെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആശുപത്രിയിൽ അവൾക്ക് കൃത്യമായ പരിചരണവും ശുശ്രൂഷയും ലഭിച്ചു. തുടർന്ന് അവളെ മെഡിക്കൽ ക്ലിനിക്കായ സാനിറ്റേറിയത്തിലേക്ക് മാറ്റി. അന്നത്തെ കാലത്ത് രോഗത്തിന് കൃത്യമായ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കാത്ത കാലത്ത് രോഗികളെ പരിപാലിച്ചിരുന്ന ഒരു മെഡിക്കൽ സംവിധാനമാണ് സാനിറ്റേറിയം. അന്തരീക്ഷത്തിലെ ശുദ്ധവായു ശ്വസിപ്പിച്ചും രാവിലെയും വൈകുന്നേരവുമുള്ള സൂര്യരശ്മികൾ കൊള്ളിച്ചുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അനലീസിന് ആ ട്രീറ്റ്മെൻറ്റിലൂടെ ക്ഷയവും ന്യൂമോണിയയും ലെൻസിലെ വീക്കവുമൊക്കെ ഭേദപ്പെട്ടു. എങ്കിലും ആ മെഡിക്കൽ ക്ലിനിക്കിലെ ഏകാന്തത അവളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. 1 മാസത്തോളം കാലം ആ സാനിറ്റേറിയത്തിൽ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ അനലീസിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. അവൾ പള്ളിയിൽ പോകുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഇഷ്ടപ്പെടാതെയായി. വീട്ടിലെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ കൂകിയും അട്ടഹസിച്ചും അവരെ അനലീസ് പരിഹസിച്ചു തുടങ്ങി. ഒരു തവണ വിശുദ്ധ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വളരെ ദേഷ്യത്തോടെ കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് അനലീസ് ആ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി നിൽക്കുന്നത് അവളുടെ അമ്മ കണ്ടു. അനലീസിൻ്റെ ഈ മാറ്റങ്ങളെല്ലാം അനലീസിൻ്റെ വീട്ടുകാരെ ഭയപ്പെടുത്തി. ഏതാനും മാസങ്ങൾക്കകം വീണ്ടും അനലീസിന് ബോധം നഷ്ടപ്പെട്ടു വീണു. ഇത്തവണ അവളെ മറ്റൊരു ന്യൂറോളജിസ്റ്റായ ഡോക്ടർ വാൻ ഹാലയുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ഇത്തവണ എടുത്ത EEG സ്കാനിൽ തലച്ചോറിലെ സെല്ലുകളിലെ പല പ്രശ്നങ്ങളും ഡോക്ടർ കണ്ടെത്തി. ആയതിനാൽ ഡോക്ടർ അവൾക്ക് ആൻറ്റി കൺവൺസൻ്റ് മരുന്നുകൾ കൊടുത്തു തുടങ്ങി. പക്ഷേ ആ മരുന്നുകളിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല അനലീസ് എന്ന ആ കൗമാരക്കാരി നേരിടേണ്ടി വന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എംബർ ക്ലിനിക്കിൽ അനലീസിനെ അഡ്മിറ്റ് ചെയ്തു. അവിടെ കഴിയവേ ഒരു രാത്രി ജനാലയുടെ മറുവശത്ത് വികൃതമായ മുഖമുള്ള ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നതായി അനലീസ് കണ്ടു. താൻ കണ്ട ഭയാനകരമായ രൂപത്തെക്കുറിച്ച് അനലീസ് ഡോക്ടറിനോട് വിവരിക്കുകയും ചെയ്തു. അനലീസ് സ്വബോധത്തോടെ വളരെ നോർമലായി സംസാരിക്കുമെങ്കിലും അനലീസിൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളും വളരെയേറെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെ അനലീസിനെ സൈക്കാട്രിസ്റ്റിനെയും കാണിച്ചു. എന്തൊക്കെ ചികിത്സകൾ ലഭിച്ചിട്ടും അനലീസിൻ്റെ അവസ്ഥ ഓരോ ദിവസവും വഷളായി. യാതൊരു തരം മരുന്നുകൾക്കും ഫലം കാണാത്ത അവസ്ഥ. 1973 മാർച്ച് മുതൽ അർദ്ധരാത്രിയിൽ അനലീസിൻ്റെ കിടപ്പുമുറിയിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. ആരോ അവളുടെ കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. എന്നാൽ ആ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങൾ അത്തരം ശബ്ദങ്ങൾ കേട്ടിട്ടുമുണ്ടായിരുന്നില്ല. പല സമയത്തും അനലീസ് പേടിച്ച് നിലവിളിച്ച് അവളുടെ അമ്മയെ അവളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തും. അവൾക്കുണ്ടായ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളെക്കുറിച്ചും രൂപങ്ങളെക്കുറിച്ചും അവൾ അവളുടെ അമ്മയോട് വിശദീകരിച്ച് പറയും. അവളെ വീണ്ടും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. പക്ഷേ സൈക്കാട്രിസ്റ്റിന് അപ്പോൾ ബോധ്യപ്പെട്ടത് വെറും ഒരു ചികിത്സയിൽ തീരുന്ന മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല അവളിലുള്ളത്. മാനസിക പ്രശ്നങ്ങളോടൊപ്പം പൈശാചിക രൂപഭാവങ്ങളും ശബ്ദങ്ങളും ഭ്രമാത്മകതകളും അവളിൽ പ്രകടമായിരുന്നു. മാനസിക രോഗത്തിനായിട്ടുള്ള മരുന്നുകൾ ഒന്നും തന്നെ അവളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങുന്നതിനായിട്ടുള്ള മരുന്നുകൾ കൊടുത്താൽ പോലും അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ വളരെ ഭയത്തോടെ അവൾ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. ഈ പ്രവണതകൾ അനലീസിൻ്റെ അമ്മയെ ഭയപ്പെടുത്തി. അനലീസിൻ്റെ അമ്മ തികഞ്ഞ മതവിശ്വാസിയായിരുന്നതിനാൽ പള്ളിയിൽ നിന്നും വിശുദ്ധ ജലം കൊണ്ടുവന്ന് അനലീസിന് കുടിക്കാൻ കൊടുത്തപ്പോൾ അത് ദുർഗന്ധമുള്ള ജലമാണെന്ന് പറഞ്ഞ് അനലീസ് അത് തട്ടിക്കളഞ്ഞു. മാത്രമല്ല ക്രിസ്തീയ രൂപങ്ങളോടും ക്രിസ്തീയ വിശുദ്ധ ചിഹ്നങ്ങളോടും അവൾ വെറുപ്പും അസഹിഷ്ണുതയും പുലർത്തിയിരുന്നു.
അവൾ പലപ്പോഴും മനുഷ്യരെ പോലെ അല്ലാതെ പെരുമാറാൻ തുടങ്ങി. ഒരു ദിവസം വീടിൻ്റെ മേശയുടെ അടിയിലേക്ക് മുട്ടുകുത്തി ഇഴഞ്ഞു പോയിരുന്ന് 2 ദിവസത്തോളം പട്ടിയെ പോലെ ഓരിയിടുകയും കുരയ്ക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ണിൽ കാണുന്ന പല്ലിയെയും ചിലന്തികളെയും അവൾ ഭക്ഷണമായി കഴിച്ചു. 1975 മെയ് മാസമൊക്കെ ആയ സമയത്ത് അനലീസിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തിരുണ്ടു. അനലീസിന് നൽകുന്ന മരുന്നുകൾ ഫലപ്രദമാകാത്തതും അനലീസിൻ്റെ പൈശാചിക രീതിയിലുള്ള പെരുമാറ്റവും ക്രിസ്തീയ മതചിഹ്നങ്ങളോടുള്ള വെറുപ്പും അവൾ പ്രകടിപ്പിക്കുന്നതിനാൽ അവളിൽ പ്രേതബാധ ഉണ്ട് എന്ന വാദം ശക്തമായി. അവൾ പലപ്പോഴും അവളുടെ അമ്മയോട് പറഞ്ഞിരുന്നത്, പല സമയങ്ങളിലും ചുമരിലും കണ്ണാടിയിലും 7 കൊമ്പുകളും 7 കിരീടങ്ങളും വച്ച പിശാച് തെളിഞ്ഞു വരുന്നത് കാണാൻ കഴിയുന്നു എന്നായിരുന്നു. എന്തായാലും അനലീസിൻ്റെ അമ്മ ജെസ്യൂട്ട് പുരോഹിതന്മാരെ പോയി കണ്ട് തൻ്റെ മകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. മരുന്നുകളിൽ ഭേദമാകാത്തത് വിശ്വാസത്തിൽ ഭേദമായാലോ എന്നൊരു പ്രതീക്ഷയായിരുന്നു അനലീസിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത്. പൈശാചിക ബാധിതരെ അത്തരം എക്സോസിസത്തിന്, അതായത് പ്രേതബാധ ഒഴിപ്പിക്കലിന് വിധേയമാക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ള പുരോഹിതന്മാർക്ക് മാത്രമേ അതിന് കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ വുഡ്സ്ബർഗിലെ ബിഷപ്പായിരുന്ന ജോസഫ് സ്റ്റാങ്കലിൽ നിന്നും ഭൂതപ്രേത ബാധ ഒഴിപ്പിക്കലിന് അനുവാദം ലഭിച്ച ഏണസ്റ്റ് ആൾട്ട് എന്ന പുരോഹിതനും അർണോൾഡ് റെനസ് എന്ന പുരോഹിതനും അനലീസിൻ്റെ ഭൂതപ്രേത ബാധ ഒഴിപ്പിക്കലിന് നിയോഗിക്കപ്പെട്ടു. 1975 സെപ്റ്റംബർ 24 അനലീസിനെ ആദ്യത്തെ എക്സോസിസം ചടങ്ങുകൾക്ക് വിധേയമാക്കി. അമാനുഷികമായ പെരുമാറ്റമായിരുന്നു ഓരോ തവണ ഭൂതോച്ചാടന ചടങ്ങുകൾ നടത്തുമ്പോഴും അനലീസ് പ്രകടിപ്പിച്ചിരുന്നത്. അവളുടെ സാധാരണ ശബ്ദമായിരുന്നില്ല വൈദികർ ഭൂതോച്ചാടനം നടത്തുമ്പോൾ അവൾ പ്രതികരിച്ചിരുന്ന ശബ്ദം. ഭൂതോച്ചാടനത്തിൻ്റെ ഭാഗമായി വൈദികർ അനലീസിനോട് സംസാരിക്കുന്നതും അവൾ തിരിച്ച് പ്രതികരിക്കുന്നതിൻ്റെയും 42ഓളം ഓഡിയോ ടേപ്പുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ ഓഡിയോ റെക്കോർഡിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഒരു യുവതി സംസാരിക്കുന്നത് പോലെയല്ല അനലീസ് വൈദികരുമായി സംസാരിക്കുന്നത്. ഒരു ഭയപ്പെടുത്തുന്ന അമർച്ചയോടും ദേഷ്യത്തോടുമാണ് അവൾ സംസാരിക്കുന്നത്. ഇതിൽ വൈദികരെ ആശ്ചര്യപ്പെടുത്ത ഒരു കാര്യം, തൻ്റെ ശരീരത്തിലുള്ള 6 പ്രേതാത്മാക്കളിൽ ഒന്ന് ഫ്ലീഷ്മാൻ എന്നൊരു വൈദികനുണ്ട് എന്നവൾ പറഞ്ഞതാണ്. അവളെ എക്സോസിസത്തിന് വിധേയമാക്കിയ വൈദികർ ഫ്ലീഷ്മാൻ എന്നൊരു വൈദികനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫ്ലീഷ്മാൻ എന്നൊരു വൈദികനുണ്ടോ ഇല്ലയോ എന്നവർ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയത്. 1500 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഫ്ലീഷ്മാൻ. അനലീസ് എന്ന പെൺകുട്ടി ഫ്ലീഷ്മാനെക്കുറിച്ച് അറിയുന്നതിന് ഒരു സാഹചര്യവുമില്ല. പക്ഷേ അവളെ എക്സോസിസം ചെയ്യുന്നതിനിടെ ഫ്ലീഷ്മാനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞത് എക്സോസിസത്തിനെത്തിയ പുരോഹിതന്മാരെ ഞെട്ടിപ്പിച്ചു. 1976 മെയ് മാസമൊക്കെ ആകുന്ന സമയത്ത് അനലീസിൻ്റെ നില കൂടുതൽ വഷളായി. ആഹാരം അവൾ ഒട്ടും തന്നെ കഴിക്കാണ്ടായി. തല ചുമരിലിടിക്കുകയും സ്വയം കടിക്കുകയും ദിവസം 400-ലധികം തവണ വേഗത്തിൽ നിൽക്കുകയും വേഗത്തിൽ മുട്ടുകുത്തുകയും ചെയ്ത് സ്വന്തം ശരീരത്തെ സ്വയം ഉപദ്രവിക്കാൻ തുടങ്ങി. അത് തടയുന്നതിനായി അവളെ കട്ടിലിൽ കെട്ടിയിടേണ്ടി വന്നു. ഭക്ഷണം കഴിക്കുന്നതിനായി അവളെ നിർബന്ധിപ്പിക്കുമ്പോൾ അവൾ പറഞ്ഞിരുന്നത് തനിക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല എന്നായിരുന്നു. അവളുടെ ശരീരഭാരം 40 കിലോയ്ക്കും താഴെയായി കുറഞ്ഞു. കണ്ണുകൾ കറുത്തിരുണ്ടു. അവളെ കാണുമ്പോൾ തന്നെ ഭീതിപ്പെടുത്തുന്ന രൂപഭാവത്തിലായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ വളരെ ക്ഷീണിതയായി കാണപ്പെട്ടിരുന്നുവെങ്കിലും ചില സമയങ്ങളിൽ അവളെ നിയന്ത്രിക്കാൻ 3 പേരെങ്കിലും വേണ്ടി വന്നിരുന്നു. 1976 ജൂൺ 30 അവളെ വീണ്ടും പ്രേതബാധ ഒഴിപ്പിക്കലിന് വിധേയമാക്കി. ഇതോടെ അവളെ പ്രേതബാധ ഒഴിപ്പിക്കൽ എന്ന എക്സോസിസത്തിന് വിധേയമാക്കിയത് 67 തവണയാണ്. ഇത്തവണ അവൾ വൈദികരോട് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്, പ്ലീസ് അബ്സൊല്യൂഷൻ, ദയവായി പാപമോചനം എന്ന ഈ വാക്ക് മാത്രമാണ്. പിറ്റേ ദിവസം ജൂലൈ 1 രാവിലെ കുടുംബാംഗങ്ങൾ അനലീസിൻ്റെ റൂമിലേക്ക് അവളെ പരിചരിക്കാൻ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അനലീസ് മരിച്ചു കിടക്കുന്നതാണ്. മരുന്നുകളിൽ മാറാത്ത രോഗമായിരുന്നാലും എക്സോസിസത്തിൽ ഒഴിയാത്ത പ്രേതബാധയായിരുന്നാലും
23 വയസ്സിനുള്ളിൽ അനലീസ് എന്ന യുവതി അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വളരെ വലുതായിരുന്നു. 1976 ജൂലൈ 1 അവൾ മരിക്കുമ്പോൾ അവളുടെ ശരീരഭാരം വെറും 30 കിലോയിൽ താഴെ മാത്രമായിരുന്നു. തുടർന്നുള്ള മെഡിക്കൽ നടപടിക്രമങ്ങളിൽ അനലീസിൻ്റെ മരണകാരണം പോഷകാഹാരക്കുറവ് മൂലമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. അങ്ങനെ അനലീസിൻ്റെ മാതാപിതാക്കൾക്കെതിരെയും അവളെ എക്സോസിസത്തിന് വിധേയമാക്കിയ 2 വൈദികർക്കെതിരെയും അശ്രദ്ധമായ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. 1978 കേസ് കോടതിയിൽ വിചാരണയിൽ വന്നു. അവസാനം കോടതി അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. അനലീസിൻ്റെ മാതാപിതാക്കൾക്കും ആ 2 വൈദികർക്കും 6 മാസം വീതം തടവും ആ 2 വൈദികരുടെ വൈദിക സേവനങ്ങൾ 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും എല്ലാ കോടതി ചെലവുകളും അടയ്ക്കുന്നതിനും കോടതി വിധിച്ചു. എന്നാൽ പിന്നീട് 6 മാസത്തെ ജയിൽ ശിക്ഷ കോടതി താൽക്കാലികമായി ക്യാൻസൽ ചെയ്തു. എന്താകും അനലീസ് എന്ന യുവതിക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണം? അപസ്മാരത്തിൽ നിന്നും വഴിതിരിഞ്ഞെത്തിയ മാനസിക വിഭ്രാന്തിയാണോ? അതോ അവളെ നരകതുല്യം വേട്ടയാടിയ പൈശാചിക പ്രേതബാധയാണോ? കാലാകാലങ്ങളായി ഉയർന്നു വരുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം ഇതുവരെയും ആർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അനലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. അനലീസിൻ്റെ മരണകാരണമായി പറയുന്നത് പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മരണമായിട്ടാണ്. അവളുടെ തലച്ചോറടക്കം പൂർണ്ണ ആരോഗ്യമുള്ളതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അനലീസിൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചത് പ്രേതബാധയാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അനലീസ് മരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അനലീസ് താമസിച്ചിരുന്ന വീടിന് തീപിടുത്തമുണ്ടായി ആ വീട് പൂർണ്ണമായും കത്തി നശിച്ചു എന്നതാണ്. പ്രേതാനുഭവങ്ങളും ദുരൂഹതകളും നിറഞ്ഞ അനലീസിൻ്റെ ജീവിതകഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വ്യത്യസ്തമായ അറിവുകളും കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.